ഈ ഉച്ചഭാഷണിയുടെ ശ്രവണ സേവയിൽ ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത നിസ്തുല്യനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അർപ്പണം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങൾ തോറും ഞങ്ങൾ നടത്തി വരുന്ന സുവിശേഷ ഘോഷണമാണ് ഈ വെള്ളക്കടവ് എന്ന പ്രദേശത്തിലും എത്തിച്ചേർന്നിട്ടുള്ളത്. മദ്യത്തിന്റെ ആസക്തിയിൽ ചെയ്തു പറ്റുന്ന അനവധി കർമ്മഭാവങ്ങളെ വ്യക്തമായി പാപമാണെന്ന് രേഖപ്പെടുത്തുവാനും അതിൽ നിന്ന് കരകയറുവാൻ വേണ്ടിയുള്ള ഒരു മാർഗം നിർദ്ദേശവുമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രഭാഷണം കൊണ്ട് പ്രമേയമാക്കുന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പത്രം തുറന്നു നോക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന നിരവധി വാർത്താ മാധ്യമങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നാം ചെയ്തുകൊണ്ടുന്ന പാപം പങ്കരമായിരിക്കുന്ന പ്രവൃത്തിയിലും അതിന്റെ ആസക്തിയിലും അതിനെ വിഴുങ്ങുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യമാണെന്ന് ലവലേശവും ഭയം കൂടാതെ അറപ്പുകൂടാതെ പറയുവാൻ കഴിയും. പണ്ടത്തെ കാലങ്ങളിൽ ഒരു മദ്യപാനി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കണ്ടു നിൽക്കുന്നവർക്ക് ഭയമുണ്ടാക്കുന്നതാണ്. തന്റെ വസ്ത്രവും തന്റെ നടത്തവും വ്യത്യസ്ത രീതിയിലുള്ള തന്റെ ഭാഷ ശൈലിയും മറ്റു വ്യക്തികളോട് പെരുമാറുന്ന പെരുമാറ്റമൊക്കെ ഒരു കുഞ്ഞു മനസ്സിലെ കുരുന്നുകൾക്ക് ഭയമുണ്ടാക്കുന്ന അവസരങ്ങളാണ്. എന്നാൽ കാലങ്ങൾ മാറും തോറും, കാലചക്രങ്ങൾ കറങ്ങും തോറും ഈ സംവിധാനത്തിന് മാറ്റം വന്നു. സ്വന്തം ഭവനത്തിൽ വരെ കൂട്ടുകാരോട് ചേർന്ന് സ്കൂളുകളിൽ തുടങ്ങുന്ന, കലാലയങ്ങളിൽ തുടങ്ങുന്ന മദ്യപാനം, ഒരു വ്യക്തിയുടെ മദ്യപാനത്തിന്റെ തുടക്കം അവിടെയാണെങ്കിൽ അവിടുന്ന് തുടങ്ങി തന്റെ ജീവിതം മദ്യപാനത്തിൽ അവസാനിക്കുന്നത് പോലെ ഒരു ദിവസം വിടാതെ എല്ലാ നേരവും മദ്യം കഴിക്കുന്ന അനവധി വ്യക്തികളെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ട് ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയിട്ട് മാറ്റമൊന്നും വരാത്ത നിരവധി വ്യക്തികളുണ്ട്. പിന്നീട് അവരുടെ ജീവിതം രോഗങ്ങളാൽ നിറഞ്ഞതാണ്. രോഗങ്ങളാൽ നിറയുമ്പോൾ തന്നെ മരുന്നുകളുടെ കണികകൾ പോലും അവരുടെ ശരീരത്തിൽ ഏൽക്കാതെ വണ്ണം അവരുടെ ജീവിതത്തെ കാർന്നുപിടിച്ച് മരണത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു സുന്ദര കേരളത്തെ നമുക്ക് കാണുവാൻ കഴിയുമോ? സാക്ഷരത കേരളം, സുന്ദര കേരളം എന്നറിയപ്പെടുന്ന ചട്ടമ്പി നാടുകൾ, ചട്ടമ്പി സ്വാമികൾ വാണനാട്, മഹാത്മാഗാന്ധിജി നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന് ഇന്നേക്ക് 78 വർഷങ്ങൾ ആകുമ്പോൾ പറയുവാൻ കഴിയുമോ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലാണ് പോകുന്നതെന്ന്? മാന്യസ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ നമുക്ക് പറയുവാൻ കഴിയുമോ എന്റെ കുടുംബ സ്വാതന്ത്ര്യത്തിലാണ് പോകുന്നതെന്ന്? ഒരിക്കലും പറയുവാൻ കഴിയത്തില്ല. ഒരു പത്രമാധ്യമങ്ങൾ രേഖപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. നമ്മുടെ അമ്മവന്മാർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ കഴിയാത്തതുപോലെ കാപാലികന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു സുന്ദര കേരളം, മദ്യപാനികളെ കൊണ്ട് നിറഞ്ഞ ഒരു സാക്ഷരത കേരളം, ജീവിത ശൈലികൾ പോലും അതിന് മാറ്റം വരുത്തി കുഞ്ഞുകുട്ടി ആവാലവൃദ്ധം മദ്യപിക്കുന്ന അസാൻമാർഗീയത കൊണ്ടാടുന്ന ഒരു കേരളത്തെ ചിന്തിക്കുവാൻ കഴിയുമോ? കുടിച്ചു മതോന്മത്തരായി വാഹനമെടുത്ത് യാത്ര ചെയ്ത് മാതാപിതാക്കളെ അനുസരിക്കാതെ പോകുന്ന ഒരു പുതുതലമുറയെ ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ യുവജനക്കാർ ഞങ്ങൾ ഇവിടെ നിന്ന് രാവും പകലും മഴയും വെയിലും ഒക്കെ കൊണ്ട് അനവധി ഗ്രാമങ്ങളിലും വീടുകളിലും ഉച്ചസ്വരം ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മർമ്മ
പ്രധാനമായ ഒരു കാര്യമുണ്ട്. യുവജനങ്ങളെ പോലും മദ്യത്തിന് അടിമകളാക്കി അവരുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ഒരു വില്ലൻ എന്ന് പറയത്തക്കവണ്ണം ഉയർന്നു നിൽക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന മദ്യത്തിന്റെ ആസക്തി. മദ്യത്തിന്റെ ആസക്തി അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മയക്കുമരുന്ന്, കഞ്ചാവുകൾ, പുകയില ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ടാബ്ലറ്റ് പോലുള്ള അനവധി കാര്യങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ സുലഭമായി വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സന്തോഷത്തോടെ കൂട്ടുകാരുടെ കൂടെ പഠിക്കാനായി നമ്മുടെ കുഞ്ഞുങ്ങളെ കലാലയത്തിലേക്ക്, പഠനശാലയിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല അവർ കൊണ്ടുവരുന്നത് മയക്കുമരുന്നിന്റെ, മദ്യപാനത്തിന്റെ, പുകയിലയുടെ ആസക്തിയാണ് എന്നുള്ളത്. ബോധരഹിതരായി മാതാപിതാക്കളെ അനുസരിക്കാതെ വാഹനമെടുത്ത് യാത്ര ചെയ്ത് ഇതിൽ വരുന്ന വാഹനത്തെ ലക്കും ലഗാനുമില്ലാതെ ചീറിപ്പാഞ്ഞു വന്ന് ഒറ്റ നിമിഷം കൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് ഒരു സന്തോഷമോഹത്തെ ദുഃഖമോഹമായി അതിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കേരളത്തെ നമുക്ക് കാണുവാൻ കഴിയുമോ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്. അനവധി നാളുകൾ, അനവധി ദിവസങ്ങൾ, അനവധി ദേശങ്ങളിൽ തൻ പാലായനം ചെയ്തതിനു ശേഷം കേരളത്തിന്റെ പച്ചിപ്പും അതിന്റെ സന്തോഷത്തിന്റെ, ആർപ്പിന്റെ, കൊയ്ത്തിന്റെ ഒക്കെ കാലത്തെ കണ്ടിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ അതല്ല, ഇത് ചെകുത്താന്റെ നാടാണ്. എന്താണ് ചെകുത്താൻ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കയറി വരുന്ന മദ്യത്തിന്റെ ആസക്തി തന്നെയാണ്. സന്ദേശത്തോടെ ഒരുമിച്ച് കൂടുന്ന ഓണം വരാറായി. പലപ്പോഴും പറയും, ഓണത്തിന്റെ ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഫലമെടുത്ത് കുടുംബത്തോട്, കുഞ്ഞുങ്ങളോടും കൂടെ സന്തോഷമായി വാഴുന്ന ഒരു സുന്ദര കേരളമാണ് നമ്മുടെ കേരളം. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഓണം അറിയുമ്പോൾ തന്നെ ബിവറേജുകൾ തുറക്കും, ബാറുകൾ തുറക്കും. എല്ലാവരും ഒത്തുകൂടുമ്പോൾ തന്നെ ഇത് മദ്യപാനം തുടങ്ങുവാൻ അവർ താല്പര്യപ്പെടും. സന്തോഷമായാലും ദുഃഖമായാലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഭക്താണ് മദ്യം അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്നത്. പണ്ടൊക്കെ പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ്, വീഡിയോ വലിക്കുവാൻ ഭയപ്പെട്ടിരുന്ന സമയങ്ങളുണ്ട്. വരും തലമുറ ഇതൊന്നും കണ്ടുപഠിക്കരുതെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഒട്ടും കൂസലില്ലാതെ, ആരെയും പേടിയില്ലാതെ പൊതുസ്ഥലങ്ങളിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഒരു കേരളമാണ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ കേരളം എന്ന് പറയുന്നത്. ആർക്കും ആരെയും ഭയമില്ല, ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ചിന്ത വാഴുന്ന ഒരേയൊരു സ്ഥലം ഈ സുന്ദരമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സാക്ഷര എന്ന സുന്ദര കേരളമാണ്. കഴിഞ്ഞ കൊറോണ വന്നപ്പോൾ ഒത്തുചേർന്നത് മലയാളികൾ ഒട്ടും മറക്കുവാൻ കഴിയാത്തതാണ്. തന്റെ ജീവിതത്തെ പോലും ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞയക്കുവാൻ ഭയം തോന്നിയിരുന്ന കൊറോണ വൈറസ് പല ഭവനങ്ങളിലും കയറി മരണം വിതച്ചു പോയിട്ടും മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ല. അതിനപ്പുറവും ഒരു സാക്ഷരത കേരളത്തിൽ വരുവാൻ എന്താണുള്ളത്? സുനാമിയോ? വെള്ളം കയറി അനവധി വീടുകൾ, വീതികൾ, കടകമ്പോളങ്ങളൊക്കെ മുങ്ങിത്താഴുമ്പോഴും മനുഷ്യർ തിരിച്ചറിഞ്ഞില്ല യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത്. ഒന്നിച്ചു നിന്നതിന് ശേഷം തന്റെ കുടുംബത്തെ അധപതനത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ഈ ഇന്ത്യയിലെ ചെറിയ സ്ഥലമായിരിക്കുന്നു നമ്മുടെ കേരളം.
ദുഃഖത്തോടും സന്തോഷത്തോടും ആർപ്പോടും ഉല്ലാസത്തോടും വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒന്നുണ്ട്. ഈ കാലത്തിന്റെ അവസാനം എന്തായി തീരുമെന്നുള്ളത്. കാലചക്രം കറങ്ങും തോറും മനുഷ്യന്റെ മനസ്സിനും അധരത്തിനും മാറ്റം വരുന്നത് നാം ശ്രദ്ധേയപൂർവ്വം കണ്ടു നിൽക്കുന്നതാണ്. മനുഷ്യനെ തിരിച്ചറിയുക. നമ്മുടെ ചിന്തകളും പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാലം എങ്ങോട്ട് പോകുവാനിരിക്കുന്നു എന്നുള്ള മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. ഈ കാലം എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഈ കേരളത്തിന് സംഭവിച്ചിട്ടുള്ളത്? പുതുതലമുറയുടെ പോക്ക് ഇങ്ങോട്ടാണ്. സ്വന്തം മാതാവിനെയും പിതാവിനെയും വകവരുത്താത്ത കുഞ്ഞുങ്ങൾ വാഴുന്ന സ്ഥലമാണ് ഈ കേരളം. മാതാപിതാക്കൾക്ക് അനുസരണമില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളുള്ള സ്ഥലമാണ് ഈ കേരളം. അരം കൊലകൾ നടക്കുന്ന ഭവനങ്ങളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കേരളം. കിടന്നുറങ്ങുന്ന പിതാവിന്റെ കഴുത്തിൽ കത്തിവെക്കുവാൻ മടികൂടാത്ത മകനുള്ള സ്ഥലമാണ് ഈ കേരളം. അമ്മചങ്ങന്മാരെ തിരിച്ചറിയാത്ത അനവധി മാതാപിതാക്കളെ പോലും തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങളുള്ള സ്ഥലമാണ് ഈ കേരളം. അതിന് പ്രായത്തിനൊരു പരിധിയുമില്ല. പ്രായപരിധി തന്നെ എന്തു വേണമെങ്കിലും കാണിക്കാമെന്നുള്ള ചിന്ത ഭരിക്കുന്ന കാലഘട്ടങ്ങളാണ് ഈ കാലഘട്ടങ്ങൾ. നിഷ്പാപയുഗം, നിർദ്ദോഷയുഗം, ഇങ്ങനെ യുഗത്തിന്റെ കാലചക്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും ഇത് കൃപായുഗമാണെന്നാണ് പറയുന്നത്. ഹൈന്ദവ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പറയും ഇത് കലിയുഗമാണ്. എന്താണ് ഈ കലിയുഗത്തിൽ സംഭവിക്കുന്നത്? കലിനുള്ളിൽ നിൽക്കുന്ന വ്യക്തി എന്നതുപോലെ ആർക്കും ആരെയും ഭയം തോന്നാതെ വേണം തന്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്നതാണ് ഈ കലിയുഗം എന്ന് രേഖപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ആസക്തികളും അവരുടെ ചിന്തകളും അവരുടെ പ്രവൃത്തികളും എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാം വിരൽത്തുമ്പിലായിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമുക്ക് അവിടെ പോകണമെങ്കിലും ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രദേശത്തേക്കുമുള്ള വഴി അറിയുന്നത് പോലെ, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയുന്നത് പോലെ, യുദ്ധത്തിന്റെ സ്മൃതികളും ഈ കാലഘട്ടത്തിൽ ഉച്ചസ്വരം ഉയരുമ്പോൾ മാലിശ്വാതാവെ തിരിച്ചറിയുക. ഈ കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. കാലത്തിന്റെ പോക്ക് പോകട്ടെ. നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെയാണ്. എന്നാൽ അവൻ വലിക്കുന്ന സിഗരറ്റിനും അവൻ പുകയ്ക്കുന്ന കഞ്ചാവിനും അവൻ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾക്കും ആരാണ് സമാധാനം തരുന്നത്? താൻ പോലും അറിയാതെ തന്റെ കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള നിർമ്മലമായ സത്യം തിരിച്ചറിഞ്ഞിട്ടും അവരുടെ ജീവിതം എങ്ങോട്ടാണ് ഹോമിക്കുന്നത്? ആർക്കും ഗ്യാരണ്ടി ഇല്ലാത്ത സമയമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അത് വിൽക്കുന്നവരും അത് ഉത്പാദിപ്പിക്കുന്നവരും ഒക്കെ നന്നായി ജീവിച്ച് നന്നായി അവരെ മക്കളെ കെട്ടിച്ചു വിട്ട് അനവധി കോടികൾ അവരുടെ സമ്പാദ്യത്തിലേക്ക് കൂട്ടുമ്പോഴും മാന്യ ശ്രോതാവേ, നീ തിരിച്ചറിയുക, നീ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ നിന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നീ ഉപയോഗിക്കുന്ന ലഹരിയുടെ അവസ്ഥകൾ പലപ്പോഴും നിന്റെ ജീവിതത്തെ, മരണത്തെ വീട്ടിലേക്ക് കരകയറ്റിക്കൊണ്ടുവരുന്നതാണ്. ഒറ്റ നിമിഷം കൊണ്ട് പൊതിഞ്ഞു പോകുന്ന അനവധി ചെറുപ്പക്കാരുടെ കഥകൾ ഈ റോഡുകൾക്ക് പറയുവാനുണ്ട്. അതിന്റെ പിന്നിൽ ആസക്തി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു ലഹരിയുടെ കണികകൾ കാണുവാൻ കഴിയും. തന്റെ ജീവിതത്തെ അസാൻമാർഗികയാക്കി തീർക്കുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ ചെറുപ്പം മുതലേ പരിശീലിച്ചു വന്ന ലഹരിയുടെ ഉപയോഗമാണെന്ന് പറയുവാൻ കഴിയും. എന്നാൽ നസ്രയനായ യേശുവിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം.
ഞങ്ങൾ ഈ ഉച്ചസ്വരം വിളിച്ചു പറയുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ഇവർക്ക് കാശിന്റെ പദവിയുടെ ഒക്കെ അധികാരമുണ്ടായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കവലകളിൽ വന്ന് പ്രസംഗിക്കുന്നത്, പാടുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം. എന്നാൽ മാന്യശ്രോതാക്കളെ മനസ്സിലാക്കുക, ഞങ്ങൾക്ക് നന്നായി അധ്വാനിച്ച് ഞങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കി ഞങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളതാണ്. ഞങ്ങൾ നന്നായി പഠിച്ചു നല്ല ജോലി നേടി എങ്ങനെയും ഞങ്ങളുടെ കുടുംബത്തെ മാത്രം കരകയറ്റാം എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ ഞങ്ങൾ ഈ കവലയിൽ വന്ന് പ്രസംഗിക്കില്ല. ഞങ്ങൾ കവലകൾ തോറും ഭവനങ്ങൾ തോറും ചെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രായമുള്ള ഒരു സഹോദരൻ പൊലിഞ്ഞുപോയാൽ അതിന്റെ നഷ്ടവും ഛേദവികാരവും ഞങ്ങൾക്കാണുള്ളത്. മനുശ്രോതാവെ, നമ്മൾ വളർത്തുന്ന നമ്മുടെ പിതാക്കൾ വളർത്തുന്ന അന്വേഷിച്ചു തരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം പലപ്പോഴും മദ്യത്തിന്റെ ആസക്തിയിൽ മുങ്ങിത്താഴുമ്പോഴും നിങ്ങളുടെ ജീവിതം അങ്ങനെ പോകുവാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ട് എന്ന, ഒരു വഴിത്തിരിവുണ്ട് എന്ന് വിളിച്ചു കാണിക്കുന്ന ഒരു സത്യസുവിശേഷമാണ് ഈ ദേശത്തിലും ഞങ്ങൾ ഉയർത്തുന്നത്. അത് ഞങ്ങൾ പറയുന്ന ഒരേ ഒരു വ്യക്തിയാലെ കഴിയത്തുള്ളൂ. അത് കാൽവരി ക്രൂശിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് പരമയാഗമായ നസ്രയനായി യേശു ക്രിസ്തു തന്നെയാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് നിങ്ങൾ സമീപിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കഴിഞ്ഞ കാലങ്ങളിൽ അവർ ലഹരിയുടെ അടിമയിലായിരുന്നു, എന്നാൽ പൊലിഞ്ഞു പോകേണ്ടുന്നതായിരുന്നു, ഏതോ വണ്ടിക്ക് അട വെക്കേണ്ടതായിരുന്നു, മരണത്തിന്റെ കൊടി വീടിന്റെ മുൻപിൽ കെട്ടേണ്ടുന്നതായിരുന്നു. എന്നാൽ ഈ ദേശത്ത് ഞങ്ങൾ വന്ന് ഉയർത്തുന്ന നല്ല നസ്രയൻ ഞങ്ങൾ പറഞ്ഞു തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നിങ്ങനെയാണ്, മരണത്തിന്റെ അപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിച്ചു. ഒരു ഹൈന്ദവ വിശ്വാസിയോട് ചോദിച്ചാൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം, മരിച്ചതിന് ശേഷം നിത്യമായ ഒരു ജീവിതമുണ്ട് എന്ന് അവൻ മനസ്സിലാക്കി. പിന്നെ പാറ്റയും പല്ലിയും പുഴുവും ചിത്രശലവും ഒക്കെയായി, കാക്കയും പൂച്ചയും ഒക്കെയായി ജനിക്കുമെന്നുള്ള അനവധി പഠിപ്പിക്കലുകൾ നിലനിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ കേരളം. എന്നാൽ മനസ്സിലാക്കുക, ഇതിനുശേഷം ഒരു പാറ്റയായിട്ടോ നരിയായിട്ടോ ജനിക്കുവാനല്ല കണ്ണ് കർത്താവ് കണ്ടിട്ടുള്ളത്. വചനം പഠിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം വചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു മനുഷ്യൻ ജനിച്ചതിന് ശേഷം താൻ മരിച്ചേ മതിയാകത്തുള്ളൂ. അത് മനുഷ്യന്റെ കർത്താവായ ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നതാണ്. പലർക്കും മരിക്കാൻ ഭയമാണ്. ഒരു നേരത്തേക്ക് ആരുടെ അടുത്ത് അനുവാദം ചോദിക്കാതെ കടന്നു വരുന്ന ഒന്നുണ്ടെങ്കിൽ അത് ഈ മരണം മാത്രമാണ്. ലഹരി ഉപയോഗിക്കുമ്പോൾ ആ മനുഷ്യൻ അറിയുന്നില്ല അവൻ തന്റെ ഭവനത്തിലേക്ക് ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളത്. രോഗകിടക്കയിൽ ആയിരിക്കുമ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ്. തിരുവനന്തപുരത്തുള്ള ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന അനവധി വ്യക്തികൾ പറയുന്നത് ഇങ്ങനെയാ, അടുത്ത നിമിഷം എനിക്കുണ്ടോ എന്ന് പറയുവാൻ കഴിയത്തില്ല, എനിക്ക് ജീവിച്ചിരിക്കുവാൻ കഴിയുമോ എന്ന് പറയുവാൻ കഴിയത്തില്ല, എന്റെ കോശങ്ങളൊക്കെയും ക്യാൻസറിന്റെ മാരകമായിരിക്കുന്ന അവസ്ഥകൾ കാർന്നു പിടിച്ച് ഞാൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. എന്നാൽ മാന്യശ്രോതാവേ, ഇന്നുള്ള നമ്മുടെ ആരോഗ്യം കൊണ്ട് നാം ആരും മറ്റുള്ളവരെ പഴിചാരരുത്. നമുക്കുള്ള സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവരെ പഴിചാരരുത്. നമുക്കുള്ള സാമ്പത്തിക നിലവാരം വെച്ച് മറ്റുള്ളവരെ പഴിചാരരുത്. നമുക്കുള്ള കിടക്കാടം വെച്ച് മറ്റുള്ളവരെ പഴിചാരരുത്. വയനാട്ടിൽ സംഭവിച്ചതെന്താ? ഒറ്റ രാത്രിയിൽ തീർന്നില്ലേ അനവധി
ഒരു ഗ്യാരണ്ടി പറയുവാനുള്ളത്, ഈ നിമിഷം ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ അടുത്ത നിമിഷം ഉണ്ടോ എന്നെനിക്ക് അറിയാൻ കഴിയത്തില്ല. ഒരു നിശ്ചയവുമില്ലാത്ത നമ്മുടെ ജീവിതത്തെ കണ്ട് ആരും എഴുന്നേറ്റ് നിൽക്കരുത്. എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന്, എനിക്ക് ആൽബലമുണ്ട്, പണബലമുണ്ട് എന്ന് കരുതി ആരുടെ മുമ്പിലും തലതാഴ്ത്താത്തതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ മായിസ്വാദവെ തിരിച്ചറിയുക. നിന്റെ ജീവിതം ക്ഷണം നേരത്തേക്കേ ഉള്ളൂ. ആരും വിളിക്കാതെ തന്നെ കയറി വരുന്ന അതിഥി എന്നതുപോലെ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തികൾ ഇവിടെ നിൽപ്പുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തികർന്ന് പോകുമെന്ന് ചിന്തിച്ച്, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച്, എങ്ങനെ ഇതിനൊരു മാറ്റം വരുമെന്ന് ചിന്തിച്ച അനവധി വ്യക്തികൾ ഞങ്ങളോട് കൂടെ നിൽപ്പുണ്ട്. അവർക്ക് പറയുവാൻ കഴിയുന്ന മർമ്മപ്രധാനമായ ഒരേ ഒരു കാര്യമുണ്ട്. അവർക്ക് മരിക്കുവാൻ ഭയമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്കതില്ല. ഒരു വ്യക്തി വന്ന് ഞങ്ങളെ എത്ര മർദ്ദിച്ചാലും, 18 അടവും അറിയാവുന്ന വ്യക്തിയാണെങ്കിലും, കരോട്ടയും ഗുംഫും അറിയാവുന്ന വ്യക്തിയാണെങ്കിലും, വാൾപ്പയറ്റും കളരിപ്പയറ്റും അറിയാവുന്ന വ്യക്തിയാണെങ്കിലും ഞങ്ങൾ അനങ്ങത്തില്ല. ഞങ്ങളുടെ കൈകളെ ബന്ധിച്ചു നിർത്തും. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അനവധി സുവിശേഷ വേലക്കാരെ തകർത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. എങ്ങനെയും ഒരു മനുഷ്യനെ ചിന്തിച്ചു കളയാം, ലോകത്തിൽ നിന്ന് മാറ്റിക്കളയാം. സത്യസുവിശേഷത്തെ ഉയർത്തുന്ന ഏത് യേശുവിനെ ഉയർത്തുന്ന വ്യക്തിയായിരുന്നാലും അവനെ ലവലേശം ഭയം കൂടാതെ ആ ലോകത്തിൽ നിന്ന് തന്നെ വേർപിടിക്കുന്ന അനവധി വ്യക്തികൾ വാണുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഈ ഞാനും നിൽക്കുന്നത്. ഭയം കൂടാതെ പറയുവാൻ കഴിയും, ഇന്ന് മരിച്ചാൽ അതെനിക്ക് ലാഭമാണ് എന്നുള്ളത്. എങ്ങനെയാണ് പ്രിയ കുഞ്ഞെ നിനക്കൊന്ന് പറയുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് പ്രിയ സഹോദരൻ നിനക്കൊന്ന് പറയുവാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആരും ഗ്യാരണ്ടി നിൽക്കുവാനില്ലെങ്കിലും ഗ്യാരണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. മരണത്തിന് ശേഷം നിന്നെ കൈവിടാത്ത ഒരു നല്ല നസ്രയനുണ്ട്. ആ നസ്രയനാണ് ഈ ദേശത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മരണത്തെ പുറത്താക്കുവാൻ കഴിയും. എല്ലാത്തിന്റെ അവസാനം മരണമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്നലകളിൽ മരിച്ചുപോയ അനവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട്, സഹപാഠികളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവരൊക്കെ പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? അതൊക്കെ ചിന്തിച്ചാൽ ഒരു അന്തമില്ലല്ലോ എന്ന് പറയുവാൻ കഴിയും. ചിന്തിക്കണം ആദ്യ ശ്രോതാവേ, മരണത്തിന് ശേഷം ജീവിതമുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരിച്ചറിയണം. ഇന്നത്തെ വൈകിയ സമയം ഈ ദേശത്ത് ഈ കമലപ്രസംഗവുമായി നിൽക്കുന്നതിന്റെ പിന്നിലുള്ള ചേതവികാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാന്യശ്രോതാവെ തിരിച്ചറിയണം. നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടേക്കാണ് പോകുന്നത്? മനുഷ്യന് ആത്മാവുള്ളതറിയാമോ? നായ്ക്കൾക്കും മൃഗങ്ങൾക്കും ജനിക്കാത്ത ഒരു ദൈവിക ആത്മാവിനെ, ദൈവികത്വമുള്ള ഒരു ആത്മാവിനെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ചുമച്ചുണ്ടാക്കി. അതുകൊണ്ടാണ് മനുഷ്യന് പലപ്പോഴും മാറ്റം വരുന്നത്, മനം തിരിയുന്നത്. എവിടെങ്കിലും ഒരു ദുഃഖം ഉണ്ടായാൽ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നത്, സന്തോഷമുണ്ടായാൽ സന്തോഷത്തിൽ പങ്കുചേരുന്നത് ഈ മനസാക്ഷി ഉള്ളതുകൊണ്ട്. എന്നാൽ മനസാക്ഷി മരവിപ്പിക്കുന്ന അനവധി കുറ്റകൃത്യങ്ങളും ഗൂഢകൃത്യങ്ങളും അനവധി വ്യക്തികളിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക് തിരികെ കയറ്റുന്നതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദ്യമെന്ന മാസ്മരിക ലോകം തന്നെയാണ്. സെൻട്രൽ ജയിലിൽ കിടക്കുന്നവരെ പോലും, ആർക്കും ഭയമില്ലാത്ത ഏത് വ്യക്തിയെ പോലും അവനിൽ ദൈവിക സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു നിസ്തുല്യനായ കർത്താവിന്റെ സ്നേഹമാണ് ഈ ദേശത്തും ഞങ്ങൾ ഉയർത്തുന്നത്. ഏതാണ് ആ നിസ്തുല്യമായ സ്നേഹം? എന്നെ പോലെ തന്നെ
തന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ഒരു നല്ല കർത്താവുണ്ട്. മാതാവിനെ പിതാവിനെ കരുതുവാൻ ചൂണ്ടിക്കാണിച്ച ഒരു നല്ല കർത്താവുണ്ട്. തന്റെ ദേശത്തുള്ളവർക്ക് വേണ്ടി ഭരണത്തിന്റെ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല നസ്രായനുണ്ട്. അത് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്ന യേശുക്രിസ്തു മാത്രമാണ്. ഗാന്ധിജി 1947 സ്വാതന്ത്ര്യം നേടിത്തന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ? സമാധാനത്തിന്റെ മാർഗം ചൂണ്ടിക്കാണിച്ചത് ഗാന്ധിജി പോലുള്ള മഹത് വ്യക്തികളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ചരിത്രമെടുത്ത താളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയുവാൻ കഴിയും. സമാധാനത്തിന്റെ ദൈവം എന്ന് പറയുന്നത്, സമാധാനം ലോകത്തിലേക്ക് വന്നത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. പള്ളികളിലും പള്ളിമേടകളിലും കവലകളിലും പുണ്യസ്ഥലങ്ങളിലും പുണ്യനദിയിലും അനവധി തവണ മുങ്ങിയിട്ടും പൊങ്ങിയിട്ടും നടന്നിട്ടും മുട്ടിലണിഞ്ഞിട്ടും ഞങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ക്രിസ്തു ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്ന ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനും എന്റെ സഹോദരങ്ങളെ ഇവിടെ ഈ കവലപ്രസംഗവുമായി വിവിധ ഗ്രാമങ്ങളിലും വിവിധ പട്ടണങ്ങളിലും ചെല്ലുന്നത്. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഈ സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. സമാധാനത്തിന് വേണ്ടി ഓടുന്ന അനവധി വ്യക്തികളെ എനിക്കറിയാം. ഒറ്റ നിമിഷം സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. ആരാണ് എനിക്ക് സമാധാനം ഉണ്ടാക്കി തരുന്നതെന്ന് ദിനത്തോറും കരഞ്ഞ് തന്റെ കട്ടിലുകൾ നനയ്ക്കുന്ന അനവധി വ്യക്തികളെ എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരോടുള്ള ഒരു സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഒരു വർത്തമാനം ഇങ്ങനെയാണ്. The good news, ഒരു സുവിശേഷം ഇവിടെ പിറവികൊണ്ട്. എന്താണ് സുവിശേഷം? ഇതാ ഒരു വലിയ രക്ഷ സർവ്വലോകത്തിനും സർവ്വലോകത്തിലെ വ്യക്തികൾക്കും വേണ്ടി നസ്രയനായ യേശുക്രിസ്തു ഇവിടെ പകർന്നു നൽകി. ആ പകർന്നു നൽകിയ സുവിശേഷത്തിന്റെ കണികകൾ ഒട്ടും ലവലേശം ഭയം കൂടാതെ ദേശത്തെമ്പാട് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നതിന്റെ ചേതോവികാരം എന്ന് പറയുന്നത് ഇന്നും ജീവിക്കുന്ന ഒരു നസ്രയനായ യേശുക്രിസ്തുവുണ്ട്. അവൻ കല്ലറ കൊണ്ട് അടഞ്ഞു മാറിയതല്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന വാനോളം ഉയർത്തിപ്പാടുന്ന മഹാത്മാ ഗാന്ധിജി വാണസ്ഥലത്ത് തന്റെ കല്ലറ ഒരിക്കലും തുറന്നു കിടപ്പുള്ള കല്ലറയല്ല. സ്വാതന്ത്ര്യ സമര നേതാക്കളായിരുന്ന സ്വാമി വിവേകാനന്ദന്റെ ചട്ടമ്പി സ്വാമികളുടെ മഹത് വ്യക്തികളായിരിക്കുന്ന അനവധി വ്യക്തികളുടെ കല്ലറ പരിശോധിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇന്നും അത് അടഞ്ഞാണ് കിടക്കുന്നത്. എന്നാൽ പാലസ്തീന്റെ പച്ചമണ്ണിൽ ഇപ്പോൾ ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അത് മറ്റാരുടെ കല്ലറയല്ല. ഇന്നും ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്ന ഒരു നസ്രയനായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ് ഇന്നും തുറന്നു കിടക്കുന്നത്. ഈ കല്ലറയിൽ കിടക്കുന്ന അവിടെ എഴുതി വച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: അവൻ ഇവിടെ ഇല്ല, ഇപ്പോഴും അവൻ ഇവിടെ ഇല്ല. ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. യേശുവിന്റെ ജീവിതം മനുഷ്യനുമായി താരതമ്യം ചെയ്ത് പഠിക്കുന്ന അനവധി വ്യക്തികളുണ്ട്. ഞങ്ങൾ കാണുന്ന യേശു തന്നെയല്ലേ? ഇതാ പുൽക്കൂട്ടിൽ പിറന്നു വീണ യേശു കുഞ്ഞല്ലേ? ഒരു ചില്ലിന്റെ അകത്ത് ആക്കി വെച്ചിരിക്കുന്ന യേശുവിന്റെ പ്രതിമകളെയല്ലേ? അതൊക്കെ തെറ്റായ ചിന്താഗതിയുള്ളവരാണ്. ഏതെങ്കിലും ദൈവത്തിന് എവിടെയെങ്കിലും തളച്ചിടുവാൻ കഴിയുമോ? മനുഷ്യന്റെ ബ്രെയിൻ മുതൽ മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ മുതൽ മനുഷ്യന്റെ സൃഷ്ടിയെ തന്നെ വ്യത്യാസപ്പെടുത്തുന്ന സൃഷ്ടിപ്പല്ല ഇത്. ന്യൂറോൺസുകൾ കൊണ്ട്, ബോൺസുകൾ കൊണ്ട്,
മജ്ജകൾ കൊണ്ടും നാഡീ നരമ്പുകൾ കൊണ്ടും വ്യക്തിപരമായി ഏത് വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാലും സൗന്ദര്യത്തിന്റെ മണിമകുടമായി സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതിന്റെ പിന്നിലെ സൃഷ്ടി ആരാണ്? ഈ സൃഷ്ടികർത്താവ്. ഉത്തരവില്ലാത്ത ചോദ്യമല്ലേ? എന്നാൽ വചനത്തിന് ഇതിനൊരു ഉത്തരം തരുവാൻ കഴിയും. വചനം പറയുന്നു, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഒരു പ്രതിമ കണ്ട് അതിനെ കുമ്പിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാന്യശ്രോതാവെ പറയട്ടെ, ആ പ്രതിമയുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നതല്ല സർവശക്തനായ ദൈവം. ഒരു കുരിശോ ബിംബമോ കണ്ട് അതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നതാണ് ദൈവമെന്ന് ചിന്തിക്കരുത്. മാന്യശ്രോതാവെ, അതിലൊന്നും അടച്ചു നിർത്തുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ മഹത്വത്തെ. ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ടോ ഇന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒരു വ്യക്തി കൊണ്ടോ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അത് ഇന്ന് ഞാനാണെങ്കിൽ നാളെ മറ്റൊരാളായി പുനർജന്മമായി ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തികളിലേക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് പോലെ സമാധാനത്തിന്റെ ഒരു ലാഞ്ചന മറ്റു ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചത് സ്നേഹിക്കാനാണ്. മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. ലഹരിയിൽ നിന്ന് വിട്ടൊഴിഞ്ഞ ഒരു ദൈവത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളാകുവാൻ ഈ ദേശത്തിലെ എല്ലാ നല്ലവരായ ദേശനിവാസികളെയും സ്വാഗതം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടായി സമൂഹത്തിൽ നന്നായി ജീവിച്ച് APJ അബ്ദുൽ കലാം എന്നതുപോലെ അനവധി വ്യക്തികളെ വാർത്തെടുക്കുവാൻ കഴിയുന്ന തലമുറകളാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് ദേശത്ത് വാർത്തെടുക്കാമെന്നുള്ള നല്ല വർത്തമാനം ദേശത്തെ അറിയിച്ചുകൊണ്ട് ആ നല്ല നസ്രയനായ യേശുക്രിസ്തുവിന്റെ പിൻഗാമികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്ത് ഈ പ്രസംഗത്തിന് ഉപസംഹാരം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. നസ്രയനായ യേശു എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും മറകട്ടെ. ഗോഡ് ബ്ലസ് യു.